ഹലോ, ഈനാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എംബോസ്ഡ് സ്റ്റിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഇതുപോലുള്ള പൈപ്പിംഗ് ത്രെഡ് വെച്ചിട്ടാണ് ഞാനിവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ബോക്സ് വരച്ചിട്ടുണ്ടല്ലോ, ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ പൈപ്പിംഗ് ത്രെഡാണ് ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇങ്ങനെ ത്രെഡ് നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ നിങ്ങൾക്ക് ഹാൻഡ് എംബ്രോയിഡറിയുടെ ത്രെഡ് ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് ചുരുട്ടിയിട്ട് ഒന്ന് പിരിച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഫെവിക്കോൾ വെച്ചിട്ടാണ് ഇത് ഒട്ടിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഫെവിക്കോളോ ഫാബ്രിക് ഗ്ലൂവോ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് നോക്കാം അല്ലേ. ഇത് ഹാൻഡ് നീഡിൽ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഫുൾ ഹാൻഡ് നീഡിൽ കൊണ്ടാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ നോർമൽ നീഡിലുണ്ടല്ലോ, സാധാ സൂചി, അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ബോക്സ് വരച്ചതിൻ്റെ ഈ ഒരു കോർണറിൽ നീഡിൽ കുത്തിയെടുക്കുക. അപ്പോൾ ബീഡ്സ് ഒരു ബീഡാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. കോർണറിലേക്കായിട്ട് ഒരു ബീഡ് ഇട്ട് കൊടുത്തിട്ട് തൊട്ട് താഴെയായിട്ട് ഇതുപോലെ താഴേക്ക് നീഡിലിനെ ഇറക്കി കൊടുക്കാം. അപ്പോൾ ആ ഒരു കോർണറിൽ ഒരു ബീഡാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഈ നീഡിലിൻ്റെ തൊട്ട് മുകളിലായിട്ട്, അപ്പോൾ നമ്മൾ എപ്പോഴും നീഡിൽ എടുക്കുന്നത് നമ്മൾ വരയ്ക്കുന്ന ലൈൻ ഉണ്ടല്ലോ, ഈ ഒരു ലൈനിൻ്റെ ഒപ്പം തന്നെയാണ് നമ്മൾ നീഡിലും എടുക്കേണ്ടത്. പുറത്തേക്കോ ഉള്ളിലേക്കോ ആവാതെ നോക്കുക കേട്ടോ. എന്നിട്ട് ഇനി ഞാനൊരു 3 ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഷുഗർ ബീഡ് വെച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ബീഡ്സ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഈ താഴത്തെ ലൈനിലേക്ക് കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കണം. കറക്റ്റ് ആണെങ്കിൽ നമുക്ക് അവിടെ വെച്ചിട്ട് താഴേക്ക് നീഡിൽ ഇറക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ലൈനിലേക്ക് കറക്റ്റ് ആവുന്ന രീതിയിൽ ബീഡ്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് ഒരു ബീഡാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. രണ്ടാമത് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പം 3 ബീഡ്സിൻ്റെ ആവശ്യമാണ്. പിന്നെ ചില ബീഡ്സുകൾ വലുതും ഷുഗർ ബീഡിൽ തന്നെ ഉണ്ടാവും വലുതും ചെറുതുമായിട്ട്. അപ്പോൾ നിങ്ങൾ ബീഡ്സ് ഇട്ട് കൊടുക്കുമ്പം ആ ഒരു സൈസിനനുസരിച്ചിട്ട് വേണം ബീഡ്സിന് ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നോക്കുക, ഈ ഒരു ലൈനിലേക്ക് കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കുക. കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ വെച്ച് താഴേക്ക് നീഡിലെടുക്കാം. പക്ഷേ എനിക്കിവിടെ ഒരു ബീഡും കൂടെ ഇട്ട് കൊടുക്കണം. ഞാനൊരു ബീഡ്സും കൂടെ ഇട്ട് കൊടുത്തിട്ട് താഴേക്ക് കുത്തിയിറക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ഈ ഒരു ബോക്സ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. പിന്നെ ബോക്സ് നമ്മൾ വരയ്ക്കുമ്പോൾ ഈ ഒരു എംബോസ്ഡ് സ്റ്റിച്ച് കൊടുക്കുമ്പം ഒരുപാട് വീതിക്ക് ചെയ്യരുത്. അതായത് ഒരു 4 ഇഞ്ചിൻ്റെ അകലം, 1/2 സെൻറ്റിമീറ്ററിൻ്റെ ആ ഒരു അകലത്തിലാണ് നമ്മൾ ഈ ഒരു ബോക്സ് വരച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ ഞാൻ പൈപ്പിംഗ് ത്രെഡ് വെച്ചിട്ടുണ്ട് അല്ലേ. പൈപ്പിംഗ് ത്രെഡ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ത്രെഡ് പല സൈസിലുണ്ട്, അതായത് കുറച്ച് വണ്ണം കൂടിയതുണ്ട്, വണ്ണം കുറഞ്ഞതുണ്ട്. അപ്പോൾ ആ ത്രെഡ് നമ്മൾ ഒട്ടിക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്നത് എംബോസ് ചെയ്ത് നിൽക്കും. വണ്ണത്തിൻ്റെ ആ ഒരു ത്രെഡിൻ്റെ വണ്ണത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മീതേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത് ത്രെഡിൻ്റെ വണ്ണത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ ത്രെഡ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ ബീഡ് ഇട്ടു. നമുക്ക് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, ഡേ 1 നമ്മൾ പഠിച്ചിട്ടുണ്ട് ഷുഗർ ബീഡ് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അത് സ്ട്രെയിറ്റ് ആയിട്ട് ഇതേപോലെ നമ്മൾ ത്രെഡ് വെച്ചതുപോലെ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ആദ്യം ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് കട്ട് ബീഡ് വെച്ച് കൊടുക്കാം, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ സർദോസി ഉണ്ടല്ലോ, കുറച്ച് എംബോസ് ചെയ്ത് നിൽക്കുന്നൊരു സർദോസി ഉണ്ട്, പൊങ്ങി നിൽക്കുന്ന 2 തരം സർദോസിയാണുള്ളതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. സർദോസി നമ്മൾ സീക്വൻസൊക്കെ പഠിക്കുന്നുണ്ട്. പക്ഷെ അതിൽ കുറച്ച് വണ്ണത്തിലുള്ള ഒരു സർദോസി വെച്ചിട്ട് ആദ്യം സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മീതേക്ക് ഇതേപോലെ ബീഡ്സ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഈ ഒരു ബീഡ്സ് നമ്മളിപ്പോൾ ഷുഗർ ബീഡിലാണ് ഞാനിപ്പോൾ ചെയ്ത് കാണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സർദോസിയിൽ ചെയ്യാം, കട്ട് ബീഡിലും ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ ക്ലാസ്സുകളൊക്കെ ഓരോ ദിവസങ്ങളിലായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് ക്ലിയർ ആയില്ല. അപ്പോൾ ഈ ഒരു ഇത് നമുക്ക് ആരി നീഡിൽ വെച്ചിട്ടും ചെയ്തെടുക്കാം. അപ്പോൾ ആരി നീഡിൽ നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് ക്ലാസ് കൊടുക്കുന്നുണ്ട്. ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുക്കാം, ആ നമ്പറിലേക്കൊന്ന് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഇത് 2 കളർ ബീഡ്സ് ഇട്ടിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഓരോ ലെയറിലും ഓരോ കളർ, അതായത് ഇപ്പോൾ ഞാനിവിടെ ഒരു വയലറ്റ് കളറിലുള്ള ബീഡ്സാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അടുത്ത ലെയർ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിന് മാച്ചായിട്ടുള്ള കളർ ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഇട കലർത്തിയിട്ടിടാം. അതല്ലെങ്കിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് 2 കളർ ഇട്ടിട്ട് ചെയ്യാം, 3 കളർ ഇട്ടിട്ട് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ 2 കളർ ബീഡ്സ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്.
അപ്പോൾ ഈ 2 കളറാണെങ്കിലും 3 കളറാണെങ്കിലും ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ളത് നിങ്ങളുടേതായ ക്രിയേഷനാണ്. ഇതേപോലെയൊക്കെ ചെയ്ത് നോക്കാം. നമുക്ക് ഡ്രസ്സിലൊക്കെ ഡിസൈൻ ചെയ്യാവുന്ന, ബ്ലൗസിലൊക്കെ ഇന്നിപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള വർക്ക്, ആരി വർക്ക് എന്നൊക്കെ പറയുന്നത് അല്ലേ, ഭയങ്കര ട്രെൻഡിങ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെയൊക്കെ ആരി നീഡിലുകൊണ്ട് ചെയ്യാൻ അറിയാത്തവർക്ക് ഹാൻഡ് നീഡിൽ വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ക്ലാസ്. അപ്പോൾ ആരി എംബ്രോയ്ഡറി മാത്രമല്ല ഓൺലൈനായിട്ടുള്ള ക്ലാസ്സിൽ കൊടുക്കുന്നത്. ചുരിദാർ പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്ലാസ്സും, അതുപോലെ തന്നെ ബ്ലൗസ് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ബ്ലൗസിൻ്റെ ക്ലാസ്സും ഓൺലൈനായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ നമ്പർ കൊടുക്കുക, അതിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എൻ്റെ വേറൊരു ചാനലുണ്ട്, തെൻസാൻ ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട്. ആ ഒരു ചാനലിൽ ഞാൻ ഫാഷൻ ഡിസൈനിൻ്റേതായിട്ടുള്ള ക്ലാസ്സുകളാണ് കൊടുക്കുന്നത്. അതിൽ ഹാൻഡ് എംബ്രോയ്ഡറി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ആരി എംബ്രോയ്ഡറി ബേസിക്കായിട്ട് കുറച്ച് സ്റ്റിച്ചസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റിച്ചിങ്ങിലാണ് ക്ലാസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ആ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം കേട്ടോ. ഇവിടെ ഗോൾഡൻ കളർ ബീഡ്സാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് നിങ്ങളുടേതായ ക്രിയേഷൻ അനുസരിച്ചിട്ട്, അതായത് ഇപ്പോൾ ഇത്രയും അകലത്തിലാണ് ഞാൻ ആദ്യം ഒരു കളർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അത്ര വേണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഓരോ ലെയറായിട്ട് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടേതായ ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ. നമ്മളിപ്പോൾ ജസ്റ്റ് കാണിച്ച് തരുന്നുള്ള ക്ലാസ്സുകൾ എങ്ങനെ ചെയ്യണം എന്നുള്ളത്. പക്ഷേ ബാക്കിയുള്ള ക്രിയേഷനൊക്കെ നിങ്ങളായിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്ക് തന്നെ സ്വാഭാവികമായിട്ടും ഓരോ ഐഡിയാസ് പുതുതായിട്ട് വരും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഒരു ഡിസൈനർ ആവുന്നത്. അല്ലാതെ നമ്മൾ കോപ്പി അടിച്ചിട്ട് നോക്കി ചെയ്യുക അങ്ങനെയല്ല. നമ്മളിപ്പോൾ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സ്വന്തമായിട്ട് നമുക്ക് തന്നെ ഓരോ ഐഡിയാസ് നമ്മൾ മൈൻഡിലേക്ക് വരും. അപ്പോൾ അതിനനുസരിച്ചിട്ടൊക്കെ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് കണ്ടു പോവാതെ നമ്മൾ ഒരു ക്ലോത്ത് എടുത്തിട്ട് ക്ലോത്തിൽ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. കോട്ടൻ്റെ ക്ലോത്തിലാണ് ഞാനിവിടെ കാണിക്കുന്നത്, കോട്ടൻ്റെ പോപ്ലിംഗ് ക്ലോത്ത്. ആ ഒരു ക്ലോത്ത് വാങ്ങിയിട്ട് ഇതേപോലെ ചെയ്ത് പഠിക്കുക. അതുപോലെ നീഡിൽ വളരെ നൈസായിട്ടുള്ള ബീഡ്സൊക്കെ കിടക്കാൻ പറ്റുന്ന രീതിയിലുള്ള നമ്പർ 10 ആണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. അതിൽ തന്നെ വലുതും ചെറുതുമായിട്ടുള്ളതുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പം ഷോപ്പിൽ പോകുമ്പോൾ പല നീഡിലും ഉണ്ടാവാം. അപ്പോൾ അവരുടെ അടുത്ത് പ്രത്യേകം പറയാം ബീഡ്സ് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണെന്നുള്ളത്. ഇപ്പോൾ നമുക്കിനി സർദോസിയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ സർദോസിയും കൂടെ കിടക്കുന്ന രീതിക്കുള്ള നീഡിൽ വാങ്ങി വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ് വരുന്നത് ബീഡ്സ് കൊണ്ട് ഒരു ഫ്ലവർ ചെയ്യുന്നതാണ്. അപ്പോൾ ഫസ്റ്റത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ബീഡ്സ് കൊണ്ട് ഒരു ഫ്ലവർ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതേപോലെയല്ല, കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ടാണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ബീഡ്സ് കൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ ഒരു ബീഡ്സിൻ്റെ ക്ലാസ് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അറിവിൽ ഫ്രണ്ട്സുകളും റിലേറ്റീവ്സൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്കും കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ.
ഇപ്പോൾ ലാസ്റ്റ് എത്തുമ്പോൾ നമ്മൾ ഫസ്റ്റിൽ ഒരു ബീഡ് ഇട്ടിട്ടല്ലേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതേപോലെ തന്നെയാണ് ലാസ്റ്റ് എത്തുമ്പോഴും ഒരു ബീഡ് ഇട്ടിട്ടാണ് അത് എൻഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കറക്റ്റ് ആ ഒരു ബോക്സ് ഷേപ്പിൽ കിട്ടും. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ലാസ്റ്റ് ത്രെഡ് കെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ ലൈക്ക് ചെയ്യുക. പിന്നെ താല്പര്യമുള്ളവർക്ക്, ഒരു ബീഡ്സ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.